അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിഷ. നമ്മളൊരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രണ്ട് ഡോറിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഡോറ് നമുക്ക് എപ്പോഴും അത് പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അട്രാക്റ്റീവും കൂടെ ആയിരിക്കണം, അല്ലേ, ഭംഗിയുള്ളതും കൂടെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡോറിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ആര്യഭംഗി എന്ന ഷോപ്പാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ആര്യഭംഗി എന്ന് പറയുന്നത് 1969 മുതലുള്ള ഡോർ മാനുഫാക്ചേഴ്സ് ആണ്. ഡോറിന്റെ ഷോപ്പ് മാത്രമല്ല, ഹോട്ടൽ, ഫ്ലാറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ഡോർസിനെ കുറിച്ചാണ്. ഡോർസ് ആണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്റേണൽ ഡോർസും ഉണ്ട്. അത് കൂടാതെ തന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഡോർസ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. 7,000 സ്റ്റാർട്ട് ചെയ്യുന്ന സ്കിൻ ടൈപ്പ് ഡോർസും കാണിക്കുന്നുണ്ട്. ഈ കോർണേഴ്സ് കണ്ടോ, ഇത് ഞങ്ങള് ടെനോൺ ആൻഡ് മോട്ടൈസർ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതായിരിക്കും അതിന്റെ ലോക്കിംഗ് ടെക്നോളജി. നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ലേശം ഗ്ലൂ ഇട്ട് മെയിൽ ചെയ്യുമ്പോൾ നല്ല സീറ്റിംഗ് ആയി. പിന്നെ ആഞ്ഞ് വലിച്ച് അടക്കുകയോ തുറക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു പ്രശ്നമില്ല. ഈ ചെയ്തിരിക്കുന്ന വർക്കെല്ലാം സോളിഡ് ടീക്ക് വുഡാണ്. ആര്യഭംഗി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഹാൻഡ് കാർവ് ടീക്ക് ഡോർ മാനുഫാക്ചേഴ്സ് ആണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 52 ഇയേഴ്സ് ആയിട്ടുണ്ട്. ആര്യഭംഗിയുടെ ഫൗണ്ടർ ലേറ്റ് മിസ്റ്റർ ഡേവിസ് തോമസ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ മിസ്റ്റർ ജോർജ് തോമസ് ആണ് മാനേജിംഗ് ഡയറക്ടർ. ഷോപ്പ് ഉള്ളത് മറൈൻ ഡ്രൈവിന്റെ ഫ്രണ്ടിലായിട്ടുള്ള കോംപ്ലക്സിലാണ്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. അപ്പം നമുക്ക് ഷോപ്പിലോട്ട് കയറാം. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഡോറാണ്. ഇത് കേരള ട്രഡീഷണൽ ഡോറാണ് കേട്ടോ. എലിഫന്റ് ഡോർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. തൃശ്ശൂർ, തിരുവല്ല ഭാഗങ്ങളിലൊക്കെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. സോളിഡ് ടീക്കിലാണ് കേട്ടോ ഈ ഒരു ഡോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ വിശദ വിവരങ്ങളും ഏതൊക്കെ ഡോർസ് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നെല്ലാം ഡെല്ല മാം പറഞ്ഞിരുന്നതാണ്. ഞങ്ങള് മൊത്തം മെയിൻ ഡോർസ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൂജ ഡോർസ്. പിന്നെ ഇത് ഒരു വിക്ടോറിയൻ സ്റ്റൈൽ ഡോറാണ്. ഇത് നമ്മൾക്ക് എല്ലാ അത്തരം കൺസ്ട്രക്ഷൻസിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു വർക്കാണ്. ഇതെല്ലാം ഹാൻഡ് കാർവ്ഡ് ആണല്ലോ അല്ലേ? ഇത് ഹാൻഡ് കാർവ്ഡും ഉണ്ട്, ഇതിൽ മെഷീനും ഉണ്ട്. ഈ ഒരു വർക്കൊക്കെ CNCയിൽ കാവ് ചെയ്തിരിക്കുകയാണ്. ഈ ഡെപ്ത് കൂടിയ ഈ വർക്കൊക്കെ നമ്മൾ ബൈ ഹാൻഡ്. ഇപ്പോൾ 50% നമ്മൾ മാനുവലും ഏകദേശം 50% മെഷീൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഫുഡ് കട്ട് ചെയ്യണമെങ്കിൽ മെഷീനറി വേണം. അതുപോലെ തന്നെ ഒത്തിരി ആവശ്യങ്ങൾക്ക് നമ്മൾ മെഷീനറി യൂസ് ചെയ്യുന്നത്. എല്ലാം ഇമ്പോർട്ടഡ് മെഷീനറീസാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ നോബ്, ഇത് ബ്രാസാണ്, റിയൽ ബ്രാസ്. വളരെ ക്വാളിറ്റി കൂടിയ ബ്രാസാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് ഓക്സിഡേഷൻ ഒന്നും നടക്കത്തില്ല. ഇതിനൊരു PU കോട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ സോഫസ് ആണെങ്കിൽ ഇപ്പോൾ മാറ്റ് ഫിനിഷ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഡ്യൂറബിൾ ആണ്. ICA എന്ന് പറഞ്ഞ കമ്പനിയുടെ ജർമ്മൻ പോളിഷ് ആണ്. നോർമൽ ഹൗസിന്, കണ്ടംപററി സ്റ്റൈൽ ഹൗസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഗബ്രിയലിനാണ് നമ്മൾ ഇതിനെ പേരിട്ടിരിക്കുന്നത്. നല്ല മൂവിങ് ഉള്ള ഫാസ്റ്റ് മൂവിങ് ഡോസാണ്. എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോറാണ് എല്ലാ വീടുകൾക്കും തന്നെ നന്നായിട്ട് ചേർന്ന് പോകുന്നു. ഈ ഡിസൈൻ ട്രഡീഷണൽ ഇതിൽ വരുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു വർക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സൂത്രപ്പടി 2 പാളിയാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത്, 2 ലീഫായിട്ട്. അപ്പം നമ്മൾ ഇതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഇതിനൊരു സൂത്രപ്പടി പോകുന്നുണ്ട്. പേരെന്താണ് മാം? പായ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡബിൾ ലീഫിന് നന്നായിട്ട് ചെയ്യും, അതുപോലെ തന്നെ സിംഗിൾ ലീഫും നന്നായിട്ട് ചെയ്യാൻ പറ്റും. സൂത്രപ്പടി നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും. സിംഗിൾ ഡോസ്.
സൗത്ത് ഇന്ത്യൻ സ്റ്റൈലില് വരുന്ന വീടുകൾക്ക് മാച്ച് ചെയ്യുന്ന മെയിനായിട്ട് തമിഴിയൻസിന്റെ ഇടയിൽ ഇത് ഭയങ്കര പോപ്പുലറാണ്. അവർ കോലം വരയ്ക്കുന്നതൊക്കെ ഡോറിലും അതുമൊക്കെ നമ്മൾക്ക് ചെയ്യാം, നമുക്ക് വർക്ക് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതില് നമ്മൾ പ്ലാസ്റ്റിക് ഇല്ലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതൊരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പം ഈ കോലം വരയ്ക്കുന്നതിൽ ഇപ്പം താല്പര്യമുള്ള ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഡോർ ചൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം വർക്കുള്ള ഒരു ഡോറാണല്ലേ ഇത്? അതെ, ഒത്തിരി ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ആക്സസ് പുറത്തേക്കും ആക്സസ് ഉണ്ട് ഇതിന്. ഇത് സീ ത്രൂ വർക്കാണ്. ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഡൈനിങ് കിച്ചൺ സെപ്പറേഷൻസിന് ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. അതുപോലെ തന്നെ ഒത്തിരി ആർക്കിടെക്ട്സ് ഇത് എക്സ്റ്റീരിയറും പ്രിഫർ ചെയ്തിട്ടുണ്ട് ഇതിലപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഗ്ലാസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഐദർ സൈഡ് ഗ്ലാസ് ഇട്ട് അത് സെക്യൂർ ആക്കും. അപ്പം നമ്മൾക്കത് ഫ്രണ്ട് ഡോറുമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇത് കാണുമ്പം ഔട്ട്സൈഡ് ബ്യൂട്ടി കൂടുതലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് ഇതും തീക്ക് തന്നെയാണോ ഈ ചെയ്തിരിക്കുന്ന വർക്ക് എല്ലാം? എല്ലാം സോളിഡ് ടീക്ക് വുഡ് ആണ്. ഇവിടെ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ഒരു ഡോറ് ആവശ്യപ്പെടുമ്പോൾ അവർ കസ്റ്റമൈസ് ചെയ്തോ അതോ അല്ലാതെ ഇവരുടെ ഉള്ളൊരു ഡിസൈൻ തന്നെ അവർ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോസസ്സിങ് വരുന്നത്? ഡോസിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഇപ്പം 700ഓളം ഡിസൈൻസ് ഉണ്ട്. നമ്മൾ ഈ ആൽബം കാണിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഏതാണോ അവർ ഉദ്ദേശിക്കുന്ന സൈസ് ഏത് മെഷർമെന്റിലും നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് കസ്റ്റമൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു 45 to 60 ഡേയ്സ് കൊണ്ടാണ് ഒരു ഡോർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ 15 to 20 ഡേയ്സിൽ തീർക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് നമ്മളുടെ ഏറ്റവും എടുത്തു പറയത്തക്ക മെയിൻ ഒരു കാര്യം. ആര്യഭംഗിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈച്ച് ആൻഡ് എവറി വർക്കിൽ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ലവേഴ്സ് ആണെങ്കിൽ പ്ലെയിനിങ്ങിൽ നിൽക്കുന്ന ആൾക്ക് ആ ഒരു വർക്ക് മാത്രമായി ചെയ്താൽ മതി. കാർവ് ചെയ്യുന്ന ആൾക്ക് അതൊരു വർക്ക് മാത്രം, മോൾഡിങ്സ് ഇടുന്ന ആൾക്ക് അതൊരു വർക്ക് മാത്രം, അസംബിൾ ചെയ്യുന്ന ആൾക്ക് അതൊരു വർക്ക് മാത്രം, പോളിഷ് ചെയ്യുന്ന ആൾക്ക് അതൊരു വർക്ക് മാത്രം, മിനുക്കുന്ന ആൾക്ക് അതൊരു വർക്ക് മാത്രം. അപ്പൊ ഒരു കാരണവശാലും ഞങ്ങളുടെ ഒരു ലേബറെ കൊണ്ട് ടോട്ടൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ വർക്കും അതിന്റെ പെർഫെക്ഷനിസ്റ്റ് ആണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർ അതിന് മാത്രം സ്കിൽഡ് ആയിരിക്കും. അപ്പം ഇത് എൻറ്റയർ പ്രോസസ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോ കൈകൾ മാറി വരുമ്പോഴാണ് അതിന്റെ ആ ബ്യൂട്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സൊക്കെ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ നിന്ന് ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലുള്ള ഡോസ് ചെയ്ത് തരുന്നതാണ്. നമ്മളിതിന് റോസ്വുഡ് സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ കണ്ടതിൽ സ്റ്റെയിൻ ഇല്ല, ഈ ഫിനിഷിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്റ്റെയിൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ ആ ഒരു കാർവിങ്ങിനിടയിൽ ഇൻ ബിറ്റ്വീൻ ഈ ഒരു കാർവിങ്ങിനിടയിൽ നമ്മൾ ഗോൾഡൻ ആന്റിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ഗോൾഡൻ ആന്റിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 5 years ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പോളിഷിന് മാത്രം. ഡോസിന് 25 years തരുന്നു. പൂജ ഡോർ തന്നെയാണ്. ബട്ട് ഇതിൽ സ്റ്റെയിൻ വന്നിട്ടുണ്ട്, റോസ്വുഡിന്റെ സ്റ്റെയിൻ. അത് കസ്റ്റമർ പറയുമ്പോൾ മാത്രമേ നമ്മൾ സ്റ്റെയിൻ ഇടുന്നുള്ളൂ. ഇപ്പം ഇത് തന്നെ ടീക്ക് ഫിനിഷിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീക്ക് ഫിനിഷിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. കസ്റ്റമറെ നമ്മളോട് പറയുമ്പോൾ മാത്രമേ നമ്മൾ ഈ സ്റ്റെയിനിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ ഇതിലിപ്പോൾ ഓരോ 8 ഗണപതിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അഷ്ടഗണപതി എന്നാണ് ഈ ഡോറിന്റെ പേര് തന്നെ. പിന്നെ ഇതിൽ വെച്ചിട്ടിരിക്കുന്ന ഈ നോബ്സ് എല്ലാം ബ്രാസ് ആണ്, ബെല്ല് ബ്രാസ് ആണ്. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് തന്നെ അകത്തേക്കുള്ള ആക്സസ് ഉണ്ട്. ഇതിന് 2 പാളിയാണ് ഇത്. അതൊക്കെയാണ് ഈ ഡോറിന്റെ ഒരു പ്രത്യേകത. വളരെ താല്പര്യത്തോടും ഇഷ്ടത്തോടും കൂടി കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു ഡോറാണ് അല്ലേ? പൂജാ പർപ്പസ്. ഓക്കെ.
ഡിസൈൻ ആണ്. വെറോണിക്ക എന്നാണ് ഈ ഡോറിന്റെ പേര്. എന്താണ്? വെറോണിക്ക. ഓക്കെ. ഇത് യൂറോപ്യൻ ഡിസൈൻ ആണ്. ഇതിന്റെ പ്രത്യേകത ഈ ഒരു സെന്റർ കാവിങ്, ഇത് വളരെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ കാവിങ് ആണ്. ഇതിന്റെ എക്സ്റ്റെൻസീവ് ടൈപ്പും നമ്മൾ ചെയ്യും. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇങ്ങോട്ടേക്ക് റേസ് മേലിലോട്ട് കാവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു താഴേക്ക് നമ്മൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമൈസ് ചെയ്യുവാണ്. അപ്പം എന്താണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങൾ എങ്ങനെ ചെയ്തു കൊടുത്തിരിക്കും. ഇവിടെ മാം ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷം? 30 years ആയി. 30 years ആയിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ള മാമിന്റെ ഒരു ഇതെന്താണ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു അന്ന് മുതൽ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ മക്കള് കൂടെ ഇപ്പൊ വന്ന് വാങ്ങാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അഭിമാനം തരുന്ന ഒരു മൊമെന്റ് ആണല്ലേ. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് തന്നെ ആര്യഭംഗി എന്ന് വിളിക്കാറുണ്ട്. വിളിച്ച് കാണുമ്പോ എന്റെ പേര് ഓർക്കത്തില്ല, ആര്യഭംഗി എന്ന് പറഞ്ഞ് വിളിക്കും. അത്രയ്ക്ക് ഇതാണ്. ആര്യഭംഗിയുടെ ഷോറൂംസ് എവിടെയൊക്കെ ഉണ്ട് മാം? റിലേറ്റീവ്സ് മാത്രമല്ല തമിഴ്നാട്ടിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കും കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്മൾക്ക് ഇവിടെ മാത്രമല്ല, നമ്മൾ എവിടെ ലോകത്തിന്റെ ഏത് മൂലയിൽ ഇരുന്ന ഒരു ഓർഡർ വന്നാലും നമ്മൾ ചെയ്യും. എവിടെ ഓർഡർ വന്നാലും ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. നമ്മള് സന്തോഷത്തോടെ അവരെന്താണോ സൈസ് തരുന്നത് അതാ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അവർ എന്താണോ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഈ ഒരു മോഡൽ പറഞ്ഞു ഇവിടെ ലക്ഷ്മി മാറ്റി ഇവിടെ വേറെ ഏതെങ്കിലും ഡയറ്റി കാർവിംഗ് വേണമെങ്കിൽ അതെന്താണ്, ഇപ്പൊ തിരുപ്പതി വേണോ എന്ത് വേണമെങ്കിലും നമ്മളത് അവരുടെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. അതാണ് താല്പര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഡോറിന്റെ ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ഇതില് രണ്ട് വിൻഡോസ് സൈഡ് ലൈറ്റ് സൈഡ് വരുന്നുണ്ട്. ഐദർ സൈഡ് വിൻഡോസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റ് കിട്ടാനായിട്ട് വളരെ ഉപകരിക്കും. പിന്നെ നമുക്ക് വെളിയിലോട്ടുള്ള ആക്സസ്, അതാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഹാഫ് പോർഷൻ നമ്മളത് വുഡൻ കാർവിങ്സ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഡോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആ വീടിന്റെ ഒരു പ്രൊഫൈൽ ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഡോസ് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ്? നമുക്ക് 50,000 മുതൽ അങ്ങ് മുകളിലേക്ക് ആണല്ലേ. ഇതിന് നമ്മൾക്ക് ലിമിറ്റ് ഇല്ലാതെ എന്താ വെച്ചാൽ സൈസസ്, ഹൈറ്റ്, വിഡ്ത്ത് എല്ലാം അതിന്റെ ഒരു ഫാക്ടറായിട്ട് വരും. ചിലയില് ചിലപ്പോൾ കാർവിങ്സ് ആയിരിക്കും കൂടുതൽ, ബട്ട് ചിലയില് വുഡ് വേസ്റ്റേജ് പോയിട്ടായിരിക്കും അത് ഡിസൈൻ ആയിട്ട് വരുന്നത്. അപ്പം അത് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലയില് അത് ബാലൻസ്ഡ് ആയി പോകും. ചിലപ്പം ഫുൾ ഒരു ഡോറ്, ഇപ്പം സപ്പോസ് ഈ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് വുഡ് അധികം വേസ്റ്റ് ഇല്ലാതെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത്തരം വർക്കിന് ഈ ഒരു വർക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ക്രിസ്ത്യൻ ഹൗസിനൊക്കെ റിലീജിയസ് തോട്ടിൽ വന്നിരിക്കുന്ന ഒരു വർക്കാണ്. ഇതിപ്പോ നമുക്ക് ഏത് ഫിഗർക്കാവില്ല, ഏത് ദൈവത്തിനെ വേണമെങ്കിലും, ഇപ്പം ജീസസിനെ വേണമെങ്കിൽ അങ്ങനെ, അതോ എന്ത് വേണമെങ്കിലും, ഹോളി ഫാമിലി ചെയ്യുന്നുണ്ട്. ഹോളി ഫാമിലിയൊക്കെ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ഭയങ്കര എന്ന് വെച്ചാൽ അവരൊക്കെ അത് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല, ഏത് വർക്കും നമ്മൾ ചെയ്യും. ഈവൻ ഇപ്പം പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്, നമ്മളെ ഓൺ അവസരം. ഞാനത് കേട്ടിരുന്നു. ഇവിടെ ഒരു പേരൻസ്, അമ്മയും അച്ഛനും ഒരു കുട്ടിയും അല്ലേ, അങ്ങനെ ഒരു വർക്ക് ചെയ്തതായിട്ട് ഞാൻ കേട്ടിരുന്നു. അതെ, അത് ഒരു ഫാമിലി ഫോട്ടോഗ്രാഫ് തന്നിട്ട് ആ ഫോട്ടോ തന്നെ ഫുള്ളായിട്ട് അത് അവരുടെ ഹോം തിയേറ്റർ റൂമിന് വേണ്ടിയിട്ട് ഒരു ഫാമിലിയിലെ ഫുൾ ആൾക്കാരെയും കാവ് ചെയ്തിട്ട് അത് ഹോം തിയേറ്ററിന്റെ ഡോറാക്കി. അപ്പം ഇത് നമ്മൾ ഫ്രണ്ട് ഡോസ് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, ബാക്കി വേറെ ഡോസും ചെയ്യത്തില്ല? നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മളുടെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് അഫോർഡബിൾ ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തും വേണമെങ്കിലും ചെയ്യാം, ചെയ്തു കൊടുക്കാം. കണ്ടംപററി ഹൗസിന് ചേരുന്ന ഇത് മിനിമം കാവിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതിന്റെ പേര് മാർവൽ, പേര് പോലെ തന്നെ മാർവലാണ് ഡിസൈൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്.
ന്യൂ ഹൗസിനൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഏത് കണ്ടംപററി സ്റ്റൈൽ ഹൗസിനും ഇത് നന്നായിട്ട് ചേർന്ന് പോകും. ഇതിൻ്റെ ബോർഡർ വിഡ്ത്ത് നമ്മൾ 5 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. യൂഷ്വൽ 4 ഇഞ്ച് വരും, പക്ഷേ ഇതിന് 5 ഇഞ്ച് തിക്നെസ് വന്നിട്ട് 1.5 ഇഞ്ച് തിക്നെസ് വരുന്നുണ്ട്. ഇനി തിക്നെസ്സിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾക്ക് ഇന്ന തിക്നെസ് ഒന്നുമില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ 32 ചെയ്യുന്നു, ബട്ട് എത്ര വേണമെങ്കിലും നമുക്ക് തിക്നെസ് കൊടുക്കാം. ഇപ്പം ഒരു 40, 50, 70 mm അത്രയും ഒക്കെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണ്. മെയിൻ ഡോറ് ഡബിൾ ഡോറിൽ വേണമെന്ന് ഉള്ളവർക്ക് ഈ ഡോറ് ചൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂറോപ്യൻ പാറ്റേൺ ആണ്. നമ്മളുടെ ഒരു മാസ്റ്റർ പീസ് ഡിസൈൻ കൂടിയാണ് ഇത്. ഇതിൻ്റെ ഈ സൂത്രപ്പട്ടി ഇതിനെ കുറേ കൂടി അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഒരു സൂത്രപ്പടിയേക്കാളൊക്കെ വളരെ ഡെക്കറേറ്റീവ് ആണ്. നല്ല വർക്ക്. പിന്നെ നമ്മൾക്ക് മെയിൻ്റനൻസും കുറവാണ് എങ്കിൽ കൂടി. ഇതിന് മെയിനായിട്ട് വുഡ് വേസ്റ്റേജ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. വേസ്റ്റേജ് വന്നിട്ടാണ് അത് ഡിസൈൻ ആയിരിക്കുന്നത്. ഓക്കെ. ഇത് നല്ല കാർവിങ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്. നല്ല ഭംഗിയുള്ള ഡാലിയ ഫ്ലവേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ കാർവിങ്സിനോട് താല്പര്യമുള്ളവർക്ക് ഈ ഡോറിലേക്ക് പോകാവുന്നതാണ്. ഇതിൽ റോസ്വുഡ് സ്റ്റെയിൻ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ടീക്ക് കളറിലും നമുക്ക് അവൈലബിൾ ആണ്. ടീക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് സ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഗോൾഡൻ ആൻറ്റിക് ഫിനിഷസ് വെച്ച് ഭംഗിയാക്കിയിരിക്കുകയാണ്. ഇതിന് പകരമായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ കോപ്പർ ആൻറ്റിക്, ആ ഒരു വർക്കിൽ വന്നിരിക്കുന്നത് കോപ്പർ ആൻറ്റിക് ഫിനിഷാണ് സെൻറ്റർ പാർട്ട്. അത് സിൽവർ ആൻറ്റിക്. ചില ക്ലൈൻസ് സിൽവർ ആൻറ്റിക് ചോദിക്കും. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സിൽവർ ആൻറ്റിക് വേണമെന്ന് പറയും. അപ്പം നമ്മൾ അവിടെ സിൽവർ ആൻറ്റിക് ചെയ്തോളൂ. നമ്മളിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇപ്പോൾ വീടുകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസൈനാണ് അല്ലേ? വളരെ ഇതായിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന ഒരു വർക്കാണ്. ജെന്യുയിൻ കണ്ടംപററി ഡിസൈൻ. അത് നമുക്ക് കണ്ടംപററി ആയിട്ടുള്ള ഏത് വർക്കിനും യോജിച്ച് പോകുന്ന ഒരു പാറ്റേണാണ്. ടീക്വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഹാൻഡിൽ വരുന്നുണ്ട്. അതിൻ്റെ ക്ലാഡിങ് വുഡ് ക്ലാഡിങ് ആണ്. അത് ടീക്വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് വർക്ക് തന്നെയാണ്. ഈ ഡോറ് എൽസ വിത്ത് ശംഖ് നാമം ചക്ര. ശംഖ് നാമം ചക്ര ഈ സിംബോളിക് വർക്കാണ്. റിലീജിയസ് സിംബോളിക് ആയിട്ട് ചെയ്യുന്ന ഒരിതാണ്. ഇത് നമ്മൾക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഈ താഴത്തെ കാർവിങ് തന്നെ നമ്മൾക്ക് മുകളിലേക്ക് കൊടുക്കാം. പിന്നെ അതിൽ നമ്മളൊരു ഗണേശനെ കൂടെ കാവ് ചെയ്തിട്ടുണ്ട്. അത് വിനായകൻ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു ദൈവമാണ്. അപ്പം അതുകൊണ്ട് വിനായകനെ മിക്കവരും വയ്ക്കാറുണ്ട്. നമ്മളുടെ എല്ലാ ഡോറിലും ഇപ്പം വിനായക കാവ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ റിലീജിയസ് കോൺസെപ്റ്റിൽ വരുന്ന ഡോറാണ് ഇത്. മിക്കവാറും എല്ലായിടത്തും തന്നെ കാണുന്ന ഡോറ്. നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരു മോഡലാണ്. പക്ഷേ ഇപ്പോഴും നല്ല ഡിമാൻഡാണ് അല്ലേ? നല്ല ഡിമാൻഡ്. ഇതിൻ്റെ ഷാഫേർഡ് എഡ്ജസും ഇതൊക്കെ കൊണ്ട് നമുക്ക് ക്ലീനിങ് ഒക്കെ ഈസിയായിരിക്കും. പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ജസ്റ്റ് പിടിക്കില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൽ ഒരു സിംബോളിക് ഗണേശനെ കൂടെ വെച്ചിട്ടുണ്ട്. അതിലൊരു അത് വേണ്ടവർക്ക് എടുത്താൽ മതി. അല്ലാത്തവർക്ക് നമ്മൾ ഇതുപോലെ ലോബ് വെച്ചിട്ട് കൊടുക്കും. കണ്ടിന്യൂറ്റി കൊടുക്കും. ഇത് സ്കിൻ ഡോസ് വരുന്നതാണ്. സ്കിൻ ഡോർ കാറ്റഗറിയിൽ വരുന്നതാണ്. എക്കണോമിക്കൽ റേഞ്ചിൽ വരുന്ന നമുക്ക് ഏറ്റവും ലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് മെയിൻ ഡോർ ചെയ്തു, പൂജാ ഡോർ ചെയ്തു, പിന്നെ ബാക്കി ഡോറിന് എവിടെ പോകണം എന്നുള്ളത് തിങ്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഡോറും കൂടെ കൊടുക്കാം. ഇതിപ്പോ എങ്ങനെ റേറ്റ്, ഇതിന്റെ റേറ്റ് എങ്ങനെ വരും? റേറ്റ് വന്നിട്ട് ഇതൊരു 7,500 സ്റ്റാർട്ടിങ്.
പ്രൈസിൽ. അപ്പം മെയിൻ ഡോസ് നല്ല കോസ്റ്റ്ലി ആയിട്ടൊരു ഡോർ സെലക്ട് ചെയ്താൽ നമുക്ക് ഇന്റേണൽ ഡോസിന് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇതും അതുപോലെ തന്നെ ഇത് വന്നിട്ട് വിനീറാണ്. ഓക്കെ, ഔട്ടർ സർഫസ് വിനീറാണ്. ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് ഡോറായിട്ടും യൂസ് ചെയ്യാം, ഇന്റേണൽ ആയിട്ടും യൂസ് ചെയ്യാം. നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. സ്കിന്നാണ് ഇതിന്റെ പ്രത്യേകത. സ്കിന്നാണെങ്കിൽ ഇത് പോളിഷ്ഡ് ആണ്. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രെയിൻസ് ഇതൊക്കെ നമ്മൾ സ്കിന്നേൽ ചെയ്തിട്ടുള്ളതാണ്. സാധാരണ സ്കിൻ ഡോസിലൊക്കെ അതിൻ്റെതായ ഒരു ഫിനിഷിംഗ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് നമ്മളുടെ കമ്പനി പ്രോഡക്റ്റ് ആണ്. ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരിക? ഒരു 10,000 റേഞ്ചിലൊക്കെ വരും. ഇത് ഹാർഡ് വുഡും ഹൈ ഡെൻസിറ്റി ഫൈബറും ഇവിടെ ക്ലെംപ് ചെയ്തിട്ടുള്ള ഡോർസുകളാണ്. ഇത് നമ്മൾക്ക് ഇന്റേണൽ ബെഡ്റൂംസിനൊക്കെ യൂസ് ചെയ്യാം, മെയിൻ ഡോറായിട്ടും യൂസ് ചെയ്യാം. ഇത് നല്ല സ്ട്രോങ് ആണ്, നല്ല ഉറപ്പുള്ള കഥകളാണ്. എക്കണോമിക്കൽ റേഞ്ചിൽ നമുക്ക് ഇതും എക്കണോമിക്കൽ ഡോസാണ്. സ്കിന്ന് തന്നെയാണ്. ഇതിന് PU ഗ്ലോസിയാണ് അടിച്ചിരിക്കുന്നത്. അതാണ് ഷൈനിങ് തന്നിരിക്കുന്നത്. റേഞ്ച് എങ്ങനെ വരും ഡോറിന്? 18,000. സാധാരണ സ്കിൻ ഡോസ് ചെയ്യുമ്പോൾ എവിടെയാണോ ലോക്ക് വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ അതിന് വുഡ് വെക്കുന്നത്. ഞങ്ങളുടെ ഡോസിലൊക്കെ എൻഡ് ടു എൻഡ് എല്ലാ എഡ്ജസിലും ഫുൾ വിഡ്ത്തിൽ വെച്ചാൽ 4 ഇഞ്ചോ 5 ഇഞ്ചോ എത്രയാണോ ആ ഡോറിന് ആവശ്യമുള്ള വിട്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഫുള്ളായിട്ട് നമ്മൾ പടി കൊടുക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും ലോക്കോ ഇഞ്ചസും എല്ലാം സെറ്റ് ചെയ്യും. അരിമണിക്ക് ഇപ്പം 4 ഷോറൂംസ് ആണുള്ളത്. കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ. അപ്പം ഇത് കൂടാതെ നമ്മൾക്ക് ഡയറക്റ്റ് ഓർഡേഴ്സ് വരുന്ന മെയിൽ വഴി, ഇമെയിൽ വഴി, പിന്നെ വെബ്സൈറ്റ് വഴിയൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. എവിടെ നിന്നാണെങ്കിലും ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ഓർഡർ എടുക്കാൻ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ലോകത്തിന്റെ ഏത് മൂലയിലും നമ്മൾ ഷിപ്മെന്റ് നടത്തി ആ സാധനം ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പം എവിടെ ഉള്ള ആളുകൾക്ക് മാര്യഭംഗി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫാക്ടറി പ്രൊഡക്ഷൻ വീഡിയോയുടെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫാക്ടറി പ്രൊഡക്ഷൻ വീഡിയോ കാണാവുന്നതാണ്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.